ഋതുക്കുട്ടന്റെ ചോറുണ്ണായിരുന്നു. ഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നമ്മൾ ചോറ് കൊടുത്തത്. രാവിലെ തന്നെ ഋതുക്കുട്ടൻ ചോറ് കഴിക്കാനായി റെഡിയായി. വലിയപ്പൂപ്പനോട് കുശലം പറഞ്ഞോണ്ട് നിൽക്കയാ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. ഋതുക്കുട്ടന്റെ ചോറ് കൊടുപ്പ് കാണാൻ വന്നതാ. അങ്ങനെ ഋതുക്കുട്ടൻ ചോറ് കൊടുത്തു. ആദ്യം ചോറ് കൊടുത്തത് അച്ഛനാ. ശേഷം അമ്മയും ചോറ് കൊടുത്തു. പക്ഷെ ആ സമയത്ത് അവര് വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ഇഞ്ഞടുത്ത് ഞാനാണ് കൊടുക്കേണ്ടത് എന്റെ അനിയന്. ഞാൻ അതിനായിട്ട് കാത്തിരിക്കുകയാണ്. എന്റെ ഊഴമെത്തി. പെട്ടെന്ന് താടാ ചേട്ടാ, അവരെന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കെണ്ടാപ്പാപ്പനും വന്ന് ചോറ് കൊടുത്തു. അങ്ങനെ ചടങ്ങെല്ലാം മംഗളമായി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എല്ലാരും കൂടി കുറച്ച് സെൽഫി എടുത്തു. അപ്പോ ഓക്കെ, ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.